മണിശങ്കരയ്യർ പറഞ്ഞത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യമല്ലേ. ചിന്തിക്കുന്ന മനുഷ്യർ അങ്ങനെ വിവേകത്തോടു കൂടിയിട്ടുള്ള അഭിപ്രായങ്ങൾ പറയും. അദ്ദേഹത്തെ പോലെ ഒരാൾക്ക്, ഇന്ത്യയിലെ പഞ്ചായത്ത് രാജിൻ്റെ മുഖ്യ ശില്പിയാണ് മണിശങ്കരയ്യർ എന്ന് ആർക്കും നിഷേധിക്കാൻ പറ്റില്ലല്ലോ. 73-74 ഭരണഘടനാ ഭേദഗതികൾ കൊണ്ടുവരുന്നതിന് നേതൃത്വം കൊടുത്ത രാജീവ് ഗാന്ധി ഗവൺമെൻറ്റിലെ പഞ്ചായത്ത് രാജ് മന്ത്രിയായിരുന്നല്ലോ മണിശങ്കരയ്യർ. മാത്രമല്ല, അദ്ദേഹം സ്വതന്ത്രമായും നിർഭയമായിട്ടും അഭിപ്രായം പറയുന്ന, എന്നാൽ ഉറച്ച മതനിരപേക്ഷ നിലപാട് എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവാണ്. ഇപ്പോഴും അദ്ദേഹം കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം ഇന്ന് ധരിച്ചു വന്ന മുണ്ടിൻ്റെ കര കോൺഗ്രസ് പതാകയിലെ നിറങ്ങളാണ് എന്ന് അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞു. അപ്പം അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസ് നേതാവാണ്. അപ്പോൾ ഇനി കോൺഗ്രസ് നേതാക്കളാണ് പ്രതികരിക്കേണ്ടത്. തങ്ങളുടെ ഒരു മുതിർന്ന നേതാവ് കേരളത്തിൽ LDF അധികാരത്തിൽ തിരിച്ചു വരും എന്ന് പറഞ്ഞിരിക്കുന്നു. എന്ന് മാത്രമല്ല, അദ്ദേഹം അതിന് പറഞ്ഞ കാരണം കൂടിയുണ്ട്. അദ്ദേഹം പറഞ്ഞു, കോൺഗ്രസ് നേതാവ് എന്ന നിലയ്ക്ക് UDF ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം, പക്ഷേ ഗാന്ധിയനായതുകൊണ്ട് എനിക്ക് സത്യമേ പറയാൻ പറ്റുമെന്ന് പറഞ്ഞു. ഗാന്ധിയൻ ചിന്തയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ അത് നടപ്പാക്കിയതൊരു മാർക്സിസ്റ്റ് ഗവൺമെൻറ്റാണ് എന്നും അദ്ദേഹം പ്രത്യേകം പറയുകയുണ്ടായി. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ ഇതൊരു വലിയ വാർത്തയാണ്, വലിയ പ്രാധാന്യമുള്ളൊരു വാർത്തയാണ്. ഒരു കോൺഗ്രസ് നേതാവ് പറയുന്നു പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാവും. വലിയ വാർത്തയാണ്. പക്ഷേ ഇന്ന് മാധ്യമങ്ങളെല്ലാം ആ വാർത്ത ഒളിപ്പിക്കാനും അവഗണിക്കാനും ഒക്കെയാണ് ശ്രമിച്ചത്. സച്ചിദാനന്ദൻ്റെ ഒരു ഇൻ്റർവ്യൂ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് കൊടുത്തത്. ഭയങ്കര ആഘോഷമായിരുന്നു. ആ ഉത്സാഹം ഇതിൽ കാണുന്നില്ല. വായനക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലാവുമെന്നുള്ളത് എല്ലാവരും തിരിച്ചറിയുന്നത് നല്ലതാണ്. ഞാൻ കൊടുക്കാത്ത പത്രങ്ങളുടെ പേര് ഇപ്പോൾ പറയണോ? മുഖ്യ പത്രങ്ങളുടെ. നിങ്ങൾ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അത് കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് പറയും. കൊടുക്കും. എവിടെയാണ് കൊടുത്തത്? അമർത്യ പ്രസംഗം എവിടെയാണ് കൊടുത്തത്? അമർത്യ സെന്നിൻ്റെ പ്രസംഗം ഞാൻ നോക്കി. കേരളത്തിലെ പ്രധാനപ്പെട്ട പത്രം കൊടുത്തത് 14-ാമത്തെ പേജിലാണ്. എടുത്തിട്ട് വരണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ നമ്മൾ തമ്മിലിത് എന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വിശേഷമൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ടുവന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞെട്ടിപ്പോയി അത്. അമർത്യ സെന്നിനെ പോലൊരാൾ കേരള മാതൃകയെ പ്രശംസിക്കുന്നത് പോലും സഹിക്കാൻ പറ്റാതെ പിന്നെ കൊടുക്കാതിരുന്നു എന്ന ദുഷ്പേര് ഒഴിവാക്കാൻ വേണ്ടി കൊടുത്തു. നാട്ടിൻ പുറത്തൊരു ചൊല്ലുണ്ട്, അതിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ്. ചൊല്ല് ഞാൻ പറയുന്നില്ല. കൊടുക്കാതിരിക്കാൻ, അല്ല കൊടുത്തില്ല എന്നൊരു ദുഷ്പേര് ഒഴിവാക്കാൻ ഞങ്ങളും കൊടുത്തല്ലോ എന്ന് പറയാൻ വേണ്ടി കൊടുത്തു. വാർത്തകളുടെ തലക്കെട്ട് വിന്യസിക്കുന്നതിൽ, വാർത്താ വിന്യാസത്തിലൊക്കെയുള്ള ഊന്നലുകൾ ആളുകൾ മനസ്സിലാക്കും. അതായത് ദേവസ്വം ബെഞ്ചിൻ്റെ സർക്കാരിന് സഹായകരമാകുന്ന നിരീക്ഷണങ്ങൾ, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ആക്ഷേപങ്ങളെ ആകെ തള്ളിപ്പറയുന്ന നിരീക്ഷണങ്ങൾ വന്നാൽ അത് 10-ാമത്തെ പേജിൽ മൂലയ്ക്ക് ഒതുങ്ങും. എന്നാൽ യഥാർത്ഥത്തിൽ കേസുമായിട്ട് ബന്ധമൊന്നുമില്ലാത്ത സിംഗിൾ ജഡ്ജിൻ്റെ പരാമർശങ്ങൾ വന്നാൽ അത് 1-ാം പേജിൽ വെണ്ടയ്ക്ക നിരത്തുകയും ചെയ്യും. ഇതൊക്കെയാണല്ലോ സ്വീകരിക്കുന്ന സമീപനം. അത് അമർത്യ സെന്നിനോടും കണ്ടു, മണിശങ്കരയ്യരോടും കണ്ടു. ഇപ്പോൾ ഇടതുപക്ഷത്തെക്കുറിച്ച് നല്ല വാക്ക് കോൺഗ്രസ് നേതാവ് പറഞ്ഞാലും ആ തമസ്കരണം ഉണ്ടാവും. ഞാൻ എല്ലാവരും ഒരുപോലെ നല്ല പറയുന്നത്, ചെറുതായി കൊടുത്തവരൊക്കെ കാണും. പിന്നെ ഇതുപോലൊരു തമസ്കരണം കണ്ടത് രമേശ് ചെന്നിത്തല പാഠപുസ്തകം കൊടുക്കുന്നതിനെക്കുറിച്ച് കൊടുത്ത പ്രസ്താവനയിലാണ്. അത് സാധാരണ UDF നേതാക്കളുടെ പ്രസ്താവനയ്ക്ക് വലിയ പ്രാധാന്യത്തിൽ കൊടുക്കുന്ന പത്രങ്ങളൊക്കെ അത് കൊടുത്തതായി കണ്ടില്ല. അതും ശരിയായില്ല എന്നുള്ളൊരു പരാതി എനിക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ നിങ്ങൾ അവഗണിച്ചത്. പാഠപുസ്തകം തലേവർഷം കൊടുക്കുന്നത് ഇത്ര വലിയ നേട്ടമാണോ എന്ന് അദ്ദേഹം ചോദിച്ചു. അത് തുഗ്ലക് പരിഷ്കാരമാണ് എന്നും പറഞ്ഞു. ആ തുഗ്ലക് ഭാഷണത്തിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാതിരുന്നത് കണ്ടപ്പോൾ എനിക്ക് ഒരുമാതിരി മനസ്സിലായി, ചിലപ്പോൾ വാർത്ത കൊടുത്തും സഹായിക്കും, ചിലപ്പോൾ കൊടുക്കാതെയും സഹായിക്കുമെന്ന്.
നയം എന്ന് പറഞ്ഞാൽ ചെയ്യാനുള്ള നടപടികളെല്ലാം അക്കമിട്ട് നിരത്തുന്നതല്ല. നയം ഒരു ഡയറക്ഷനാണ് കൊടുക്കുക. ആ ഡയറക്ഷൻ ഇതിലുണ്ട്. ഞാൻ പറയാം. കോൺക്ലേവ് നടന്നത് സെപ്റ്റംബറിലാണ്. ആ കോൺക്ലേവിൽ ധാരാളം നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നിരുന്നു. ആ നിർദ്ദേശങ്ങൾ കൂടി ചർച്ച ചെയ്താണ് ഈ നയത്തിന് രൂപം കൊടുത്തത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അതിനുള്ള സമയമേ വന്നിട്ടുള്ളൂ. വേണ്ടത്ര ചർച്ചകൾ നടത്തി നയം കുറ്റമറ്റൊന്നാവണമല്ലോ. അടുത്ത 25 വർഷത്തേക്കുള്ളൊരു ഡയറക്ഷനില്ലേ. അപ്പോൾ ആവശ്യമായിട്ടുള്ള ചർച്ചകളെല്ലാം നടത്തിയിട്ടാണ് നയം ആവിഷ്കരിച്ചത്. അതല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ എവിടെന്നെങ്കിലും ഒരു ഡയറക്ഷൻ കിട്ടി ഉടനൊരു നയം ഉണ്ടാക്കി കളയാം എന്ന് തീരുമാനിച്ചുണ്ടാക്കിയതല്ല. വേണ്ടത്ര ആലോചനയും ചർച്ചയും ഒക്കെ നടത്തിയിട്ടാണ്, വലിയൊരു പ്രോസസ്സിൻ്റെ ഉൽപ്പന്നമായിട്ടാണ് ഈ നയം വന്നിട്ടുള്ളത്. അതാ പറഞ്ഞത്, നയത്തിൽ ഓരോ കാര്യവും പ്രത്യേകം പരാമർശിക്കുന്ന നയം വലിയൊരു ഇതായിട്ട് മാറും.